പിന്നെ ഇപ്പോൾ ഈച്ചുവിനും എനിക്കറിയുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾക്കെതിരെ ഇക്കൊല്ലം ഉണ്ടാവുന്ന ആരോപണങ്ങൾ ചെയ്യുന്ന ടീം ആരൊക്കെയാണ്, ഇതിൻ്റെ ബാക്കിൽ ആരൊക്കെ ഉണ്ട്, ഇതിന് എത്രത്തോളം ഫണ്ടിങ് നടക്കുന്നുണ്ട്. അതായത് പൈസ കൊടുത്തിട്ട് ഇത്ര ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസേഴ്സ് അനാൻസിനെ കുറ്റം പറഞ്ഞാൽ ഇത്ര പൈസ, 100K അടിക്കില്ലോൾക്ക് 1 പൈസ, 200K അടിക്കില്ലോ അനാൻസിനെ കുറ്റം പറഞ്ഞാൽ ഇത്ര പൈസ, 300K അടിക്കില്ലോ അതിന് പ്രൊഡക്റ്റൊന്നുമല്ല. പ്രൊഡക്റ്റ് അല്ലേ പ്രൊഡക്റ്റ് നമ്മളാണ് ഓലെ പ്രൊഡക്റ്റ്. 300K അടിക്കില്ലോല് അതന്നെ എത്ര നല്ല പ്രൊഡക്റ്റ് ആണെങ്കിലും 300K അടിക്ക് അനാൻസിനെ കുറ്റം പറഞ്ഞവർക്ക് ഇത്ര പൈസ. അപ്പോൾ ഇത് കൊടുക്കുന്ന ടീമിനെ അറിയാം, ഇത് ചെയ്യണവർ എനിക്കറിയാം, ഈ പേഴ്സണാലിറ്റീസിന് എനിക്കറിയാം. പക്ഷെങ്കിൽ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ള എന്താ വെച്ചാൽ, ലൂസിഫറിൽ മോഹൻലാൽ പറഞ്ഞൊരു ഡയലോഗാണ്. അപ്പോൾ അത് ഇതിൽ പബ്ലിക്കിൽ പറയാൻ പറ്റില്ല. പക്ഷെ മനസ്സിലായിട്ടുണ്ടാവും, ഓരതല്ല ഇൻ്റെത്. മനസ്സിലായില്ലേ? സിനിമ പറയല്ലേ എന്താ വെച്ചില്ലേ മറ്റേതിന് എന്താണ് അറ്റം വരെ സോറി നീങ്ക ജയിച്ചിട്ടെ ഓക്കെ. അപ്പം ഇക്കൊല്ലം പാവങ്ങൾ ഇറക്കിയ പൈസ മൊത്തം വേസ്റ്റായി. കണ്ട ഇൻഫ്ലുവൻസേഴ്സിനെയും സെമി ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ വെച്ചിട്ട് കുറേ ഉണ്ടാക്കി, പൈസ കുറേ ചിലവാക്കി, അതൊന്നും വില പേശിയില്ല. പരിപാടികളൊക്കെ ഗ്രാൻഡായിട്ട് പോയി. വർഷത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പങ്കെടുത്ത പരിപാടികളായി. സന്തോഷം, ഒരുപാട് സന്തോഷം. കാരണം GCC മാഷാ അല്ലാഹ്, എനിക്ക് വേറെ തന്നെ നന്ദി പറയണം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കുറേ നല്ല സുമനസ്സുകളുള്ളിടത്തോളം